നമസ്കാരം, ഫുട്ബോൾ പിന്നീട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നലെ ട്രാൻസ്ഫർ ഡെഡ് ഡേ ആയിരുന്നു. കുറേ ഹിയർ വി ഗോ ഡൺസ് ഡീൽ വന്നിട്ടുണ്ട്. അതിലെ മേജറായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നടന്നു. അത് ഡെഡ് ലൈൻ ടൈമിലല്ല, അതിന് മുമ്പാണ്. അത് നമ്മൾ ഇന്നലെ ലൈവ് സ്ട്രീമിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ടെല്ലിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഫെലിക്സിൻ്റെ ഒക്കെ കാര്യം. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഇന്നലെ നടന്ന സംഭവങ്ങളൊന്ന് സ്പീഡ് വിടാം. അത്യാവശ്യം കുറേ ട്രാൻസ്ഫർ ഉണ്ട്, അതിലെ മെജോറിറ്റി കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. സോ ഫസ്റ്റ് തന്നെ പറയാനായിട്ടുള്ള പീറ്റർ സൂച്ചിച്ചിന്റെ കാര്യമാണ്. ഡൈനാമോ സാഗ്രബിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ, ക്രൊയേഷ്യൻ ഇന്റർനാഷണൽ താരത്തിന് ഇന്റർ മിലാൻ 14 മില്യൺ യൂറോസ് ഫിക്സഡ് ഫീസ് പ്ലസ് 2.5 മില്യൺ യൂറോസ് ആഡഡ് ഫീസിന് സൈൻ ചെയ്തിട്ടുണ്ട്. സോ ഒരു 16.5 മില്യൺ പാക്കേജിനാണ് പീറ്റർ സൂച്ചിച്ച്. ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ്, ഇന്റർ മിലാനിലോട്ട് വരുന്നത്. സോ നമുക്കറിയാം ഇന്ററിന്റെ റീസെന്റ് സ്കൗട്ടിങ്ങുകളൊക്കെ ടോപ്പ് നോച്ചാണ്. സോ ഡെഫിനറ്റ്ലി വാച്ച് ഔട്ട് ഫോർ ഹിം. അവിടുന്ന് അടുത്ത അപ്ഡേറ്റ് പോകാനാണ് ടെല്ലിന്റെ കാര്യത്തിൽ ടോട്ടനാം ഇന്നലെ നടത്തിയത് കൊണ്ടത് ബിഗ്ഗസ്റ്റ് സർപ്രൈസ് ആയിരുന്നു. ടോട്ടനാം ടെല്ല് റിജക്ട് ചെയ്തിരുന്നു, പക്ഷേ ഡാനിയൽ ലെവി നേരിട്ട് കളിച്ചു. കാര്യങ്ങൾ നടന്നു. സോ യുണൈറ്റഡ് മത്തേസ് ടെൽ ഡീലിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. താരത്തിനും പ്രിഫറബിൾ ചോയ്സ് മാൻ യുണൈറ്റഡ് ആയിരുന്നു കേൾക്കുന്നു. പക്ഷെ അവസാന നിമിഷം ടോട്ടനാം ഡീൽ പുള്ളി ചെയ്തതാണ് കരുതുന്നത്. മേ ബി പെർമനന്റ് ബൈ ആണെന്ന് പലരും കൊടുത്തു. അല്ല, ലോൺ ബൈ ആണ് വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈ ഫോർ 60 മില്യൺ. 5 മില്യൺ യൂറോസോളം, 5 മില്യൺ യൂറോസ് ആണ്, പൗണ്ട്സ് ആണ്, ഓൾമോസ്റ്റ് 6 മില്യൺ യൂറോസിനടുത്ത് ലോൺ ഫീസ് ഈ 6 മാസം കൊണ്ട് ബയൺ ഉണ്ടാക്കുമെന്ന് കേൾക്കുന്നുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത് കൊടുക്കാനായിട്ട് സമ്മതിച്ചില്ല. മാൻ യുണൈറ്റഡ് 5 മില്യൺ കൊടുക്കാനായിട്ട് റെഡി അല്ലായിരുന്നു. 5 മില്യൺ പൗണ്ട്സ് ആയിരുന്നു തോന്നുന്നു, 6 മില്യൺ യൂറോസിനടുത്ത് ലോൺ ഫീസ് കൊടുക്കാനായിട്ട് റെഡി അല്ലായിരുന്നു. അതുകൊണ്ടാണ് മാൻ യുണൈറ്റഡ് ഈ ഡീലിൽ നിന്ന് പിന്മാറിയെന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. സോ മത്തേസ് ടെൽ will sign for Tottenham Hotspur, option to buy for 60 million euros, 55 to 60 million യൂറോസിനിടയ്ക്ക് ഒരു ഓപ്ഷൻ ടു ബൈ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഗുഡ്. അവിടുന്ന് നിക്കോ ഗോൺസാലസിനെ 60 മില്യന്റെ റിലീസ് ക്ലോസും പേ ചെയ്തുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹിയർ വി ഗോ വന്നിട്ടുണ്ട്. നിക്കോ ഗോൺസാലസ് ഡീൽ മാൻ സിറ്റി ഡൺ ആക്കിയിട്ടുണ്ട്. 40 മില്യൺ വേണ്ടി അവർ ഫസ്റ്റ് ബിഡ് വിട്ടിരുന്നു, അത് പോർട്ടോ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. 60 മില്യന്റെ റിലീസ് ക്ലോസ് തന്നെ പേ ചെയ്യണമെന്നുള്ള വാശിയില്ലായിരുന്നു, അത് തന്നെ സിറ്റി ചെയ്തു. അതിന് ഇതിൽ നിന്നും 40% ബാർസയ്ക്ക് കിട്ടുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷെ രാവിലെ എണീറ്റപ്പോഴാണ് പുതിയ റിപ്പോർട്ടുകളൊക്കെ വന്ന. മറ്റൊന്നുമല്ല, പോർട്ടോ ആണെങ്കിൽ ഈ 40%, 20% റൈറ്റ്സ് 3 മില്യൺ യൂറോസ് കൊടുത്ത് ബാർസലോണയുടെ കയ്യിൽ നിന്ന് നേരത്തെ വാങ്ങിച്ചിരുന്നു. സോ ബാർസലോണയ്ക്ക് ഈ ഡീലിൽ നിന്നും റൈറ്റ് നൗ 10.3 മില്യൺ യൂറോസേ കിട്ടത്തുള്ളൂ, 24 മില്യൺ കിട്ടത്തില്ല. ഒൺലി 10.3 മില്യൺ യൂറോസ്. അതാണ് ഇപ്പം വരുന്ന റിപ്പോർട്ടുകൾ. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റ് പോകാനാണ് ജോ ഫെലിക്സ് ഡീൽ AC മിലാൻ പുള്ളി ചെയ്തിരിക്കുകയാണ്. 5 മില്യൺ യൂറോസോളം സാലറിയും ലോൺ ഫീസുമായിട്ട് AC മിലാൻ ഈ ഒരു 6 മാസത്തേക്ക് ചെലവാകും ജോ ഫെലിക്സിനെ കൊണ്ടുവന്നതിൽ നിന്നും. സോ ജോ ഫെലിക്സ് പെർമനന്റ് ഡീലിനോ അല്ല ഒബ്ലിഗേഷൻ ടു ബൈക്കോ മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാണ് റിപ്പോർട്ടുകൾ വന്നുകൊടുക്കുന്നത്. പക്ഷെ എന്നാലും ഇന്നലെ ജോ ഫെലിക്സിനെ AC മിലാൻ ഒരു ഓപ്ഷൻ ടു ബൈയോ ഒന്നുമില്ല, ജസ്റ്റ് 6 മന്ത്സ് ലോണിലേക്ക് സൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് AC മിലാനെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ AC മിലാൻ ഇന്നലെ മറ്റ് 3 ഡീൽ AC മിലാന്റെ കാര്യത്തിൽ നടന്നു. സോ ഒന്നൊരു സെയിലായിരുന്നു. സോ നമ്മൾ നോക്കാനായിട്ടാണ് ബെനാസറിനെ മാർസയിലോട്ട് ലോണിന് വിട്ടിട്ടുണ്ട് AC മിലാൻ. 12 മില്യൺ യൂറോസ് ഫിക്സഡ് പ്ലസ് 3 മില്യന്റെ യൂറോസിന്റെ ആഡ് ഓൺസിന്റെ ഒരു ബൈ ഓപ്ഷനും മാർസയ്ക്കുണ്ട്. ചെറിയൊരു ലോൺ ഫീസും കിട്ടുമെന്നാണ് കേൾക്കുന്നത്, ബട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഒന്നുമല്ല. സോ 15 മില്യൺ ആഡ് ഓൺസ് ഉൾപ്പെടെ ഒരു പാക്കേജിന് മാർസയ്ക്ക് ബൈ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെയാണ് AC മിലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ AC മിലാൻ ഇന്നലെ 2 സൈനിങ്സോടെ നടത്തിയിരുന്നു ജോ ഫെലിക്സ് കൂടാതെ. വാരൻ ബോണ്ടോയിനെ മോൺസയിൽ നിന്നും, ഫ്രഞ്ച് മിഡ്ഫീൽഡറാണ്, ബോണ്ടോയിനെ AC മിലാൻ 10 മില്യൺ യൂറോസിന് പെർമനന്റ് ആയിട്ട് ബൈ ചെയ്തിട്ടുണ്ട് വാരൻ ബോണ്ടോനെ. സോ ലുക്സ് ലൈക്ക് എ പ്രോമിസിംഗ് ടാലന്റ്. ലെറ്റ്സ് സീ അതെങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെയാണ് റിക്കാർഡോ സോട്ടിൽ എന്ന് പറയുന്ന ഫിയോറന്റീനയുടെ പ്ലെയറിനെയും AC മിലാൻ ലോണിന് എത്തിച്ചിട്ടുണ്ട്. 10 മില്യൺ യൂറോസിന്റെ ബൈ ഓപ്ഷൻ റിക്കാർഡോ സോട്ടിലിന്റെ കാര്യത്തിലും AC മിലാൻ വെച്ചിട്ടുണ്ട്. സോ AC മിലാൻ ഹാഡ് എ പ്രിറ്റി ഡീസന്റ് വിൻഡോ. ജോ ഫെലിക്സിനെ എത്തിച്ചു, ബോണ്ടോ വന്നു, സോട്ടിലെത്തി, അതുപോലെ തന്നെ ഗിമിനസിനെ അവർ നേരത്തെ കൊണ്ടുവന്നു, കായ് വോക്കറിനെ കൊണ്ടുവന്നു. സോ AC മിലാൻ വാസ് റിയലി ബിസി ഇൻ ദിസ് വിൻഡോ. സോ പ്രോപ്പർലി മാനേജറിനെ ബാക്ക് ചെയ്ത ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അവിടെ നേരത്തെ അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ന്യൂ ഇയർ 2026 വരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ലിച്ചയ്ക്ക് ലിസാൻഡ്രോ മാർട്ടിനസിന് ACL ഇഞ്ചറി ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മിനിമം 8 മാസത്തേക്ക് ഔട്ടാവും. ഹ്യൂജ് ബ്ലോ ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, വമ്പൻ ബ്ലോ ആണ്. കാരണം അവരുടെ പ്രോബബ്ലി അമോറിം വന്നതിന് ശേഷം അവരുടെ ടീമിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ എന്ന് തന്നെ ആർഗ്യൂ ചെയ്യാം ലിസാൻഡ്രോ മാർട്ടിനസ്. ഡിഫൻസീവിൽ മാത്രമല്ല ഗോൾ സ്കോറിങ്ങിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴാണ്. സോ ലിസാൻഡ്രോ മാർട്ടിനസിന് ഇഞ്ചറി ഒരു ഹ്യൂജ് ബ്ലോ ആണ്. സോ അതുപോലെ തന്നെയാണ് ഡ്രാഗൂസിനും ACL ഇഞ്ചറിയാണ്. ദ സീസൺ ഈസ് ഓവർ ഫോർ ഹിം. സോ ടോട്ടനാം ഹോട്ട്സ്പർ പകരം റീപ്ലേസ്മെന്റ്സിനെ കൊണ്ടുവന്ന് കെവിൻ ഡാൻസോനെ കൊണ്ടുവന്ന എല്ലാവരും അറിഞ്ഞാണല്ലോ. സോ അവിടെ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണ് ഒക്കഫോർ. AC മിലാന്റെ ഒരു കാര്യമാണ് ഉണ്ടായത്. AC മിലാൻ ഇന്നലെ ഒരു ഔട്ട് ഗോയിങ് ഉണ്ടായത്, അത് പറയാൻ വിട്ടുപോയി. ഒക്കഫോർ
നാപ്പോളിയിലോട്ട് ലോണിന് പോയിട്ടുണ്ട്. 2 മില്യനാണ് ലോൺ ഫീസ്. 23 മില്യൻ്റെ ഒരു ബൈ ഓപ്ഷൻ നാപ്പോളിക്കുണ്ട്. സോ സെയിൻറ്റ് മാക്സിം ഡീൽ കൊളാപ്സ് ആയി. സോ ഒക്കഫോറിലോട്ട് നാപ്പോളി ചാടി വീണു കവറസ്കേലയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട്. സോ ഒക്കഫോർ വിൽ ജോയിൻ നാപ്പോളി. സോ അവിടെ അടുത്ത അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ചെൽസി ഇന്നലെ ഒരു 19 വയസ്സുകാരനെ സൈൻ ചെയ്തിട്ടുണ്ട് സെന്റ് എറ്റിയനിൽ നിന്നും. മറ്റാരുമല്ല, മത്തിയസ് അമോഗോ എന്ന് പറയുന്ന ഫ്രഞ്ച് ഇന്റർനാഷണൽ മിഡ്ഫീൽഡറാണ്. 15 മില്യൺ യൂറോസിനാണ് ആളെ സൈൻ ചെയ്തിരിക്കുന്നത്. ആൾ സ്ട്രാസ്ബർഗിലോട്ടോ മറ്റൊന്നും പോകത്തില്ല, ആൾ ഡയറക്റ്റ് ചെൽസിയിൽ ജോയിൻ ചെയ്യും. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഈ പ്രോസ്പെക്ട് എങ്ങനെ പോകുമെന്ന്. അതുപോലെ തന്നെയാണ് ആക്സൽ ഡിസാസി ടോട്ടനാമിന് റിജക്ട് ചെയ്തിരുന്നു. പുള്ളിക്ക് ആസ്റ്റൺ വില്ലയിൽ ചേരാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. ആൻഡ് ആസ്റ്റൺ വില്ലയുടെ എന്താ പറയുക, ഒരു ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ആയിട്ട് ചെൽസി റിജക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ കേട്ടിരുന്നു. പക്ഷേ ഇന്നലെ ആ ഡീല് പുള്ളായി. ആക്സൽ ഡിസാസിനെ ആസ്റ്റൺ വില്ല 6 മാസം ലോണിന് കൊണ്ടുവന്നിട്ടുണ്ട്. ബൈ ഓപ്ഷനോ മറ്റോ ഒന്നുമില്ല, സ്ട്രെയിറ്റ് ലോണാണ്. അവിടെ നിന്ന് അടുത്ത അപ്ഡേറ്റ് പോരാട്ടാണെങ്കിൽ ബാറ്റ്ഷുവായി ഫ്രാങ്ക്ഫുട്ടിൽ 3 മില്യൺ യൂറോസിന് ചേർന്നിട്ടുണ്ട്. ഫെനബാച്ചയിൽ നിന്നാണ് ആള് ചേരുന്നത്. സോ ഈ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെയാണ് റോബ് ഹോൾഡിംഗ്. നമുക്കറിയാം ക്രിസ്റ്റൽ പാലസിന്റെ പ്ലെയറാണ് റോബ് ഹോൾഡിംഗ്, എക്സ് ആർസണൽ സെന്റർ ബാക്ക്. റോബ് ഹോൾഡിംഗ് ഷെഫീൽഡിൽ സൈൻ ചെയ്തിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടില്ല. ബട്ട് ഷെഫീൽഡുമായിട്ട് റോബ് ഹോൾഡിംഗ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വിക്ടോർ നെൽസനെ റോമ ഗാലറ്റസറയിൽ നിന്നും ലോണിന് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഡീൽ നടന്നതെന്ന് വെച്ചാൽ യുവൻഡസിന്റെ മിഡ്ഫീൽഡറായ നിക്കോളോ ഫഗോളി ഫ്യോറന്റീനയിൽ 6 മാസം ലോണിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ബൈ ഓപ്ഷൻ ഉണ്ടോ മറ്റോ ഒന്നും അറിയത്തില്ല. 6 മാസം ലോണിന് ജോയിൻ ചെയ്തു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളൂ. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ആ ഡീലിന്റെ കാര്യത്തിൽ എങ്ങനെ പോകുന്നു. സോ ഇതാണ് ഇന്നലെ നടന്ന കുറേ ഡീലുകൾ. മറ്റു കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ബട്ട് മേജറായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് നടന്നത്. ആൻഡ് നമ്മൾ മറ്റു കുറച്ച് കാര്യങ്ങളിലോട്ടൊന്ന് ജസ്റ്റ് വൈൻഡപ്പ് ചെയ്ത് പറയാനായിട്ടാണെങ്കിൽ ഇന്നലത്തെ വിൻഡോയിൽ ബാർസലോണ ആക്റ്റീവ് ഒട്ടുമല്ലായിരുന്നു. ബാർസലോണയിൽ ഇൻകമിങ്സ് ഇല്ല എന്നുള്ള കാര്യം ഗ്യാരണ്ടി ആയിരുന്നു. ലെപ്പോട്ടെ ഇന്നലെ പോസ്റ്റ് മാച്ച് ഒക്കെ വന്നിട്ട് എന്തൊക്കെയോ അല്ല, ട്രാൻസ്ഫറിൻ്റെ എൻഡ് ചെയ്യുന്ന സമയത്ത് വി ആർ വർക്കിംഗ് ഓൺ എ ഡീൽ ലെറ്റ്സ് സീ എന്ന് പറഞ്ഞു. പക്ഷെ അതിനെക്കുറിച്ച് ട്രാൻസ്ഫറിൻ്റെ എൻഡ് ആയപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് നിക്കോ ഗോൺസാലസിൻ്റെ ഡീലാണ്, സിറ്റി പുള്ളിയോ എന്ന് ഓർത്ത് ഞങ്ങൾ നിൽക്കുമായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണ് അൻസു ഫാറ്റിക്ക് പല ക്ലബ്ബുകൾ ഓഫറായിട്ട് വന്നു. അൻസു ഫാറ്റി കെപ്റ്റ് ഓൺ റിജക്റ്റിംഗ് ഓൾ. അൻസു ഫാറ്റിക്ക് ബാർസ നിൽക്കാൻ തന്നെയായിരുന്നു പ്ലാൻ. പുള്ളി എല്ലാ പ്രപ്പോസലും റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബാർസലോണ ഡെസ്പറേറ്റ്ലി വാണ്ടഡ് ഹിം ടു ലീവ്, പക്ഷേ പുള്ളി പോയില്ല. അതുപോലെ റയൽ മാഡ്രിഡ് ഈ വിൻഡോയിൽ ആകപ്പാടെ ആക്റ്റീവില് വർക്ക് ചെയ്ത ഒരു ഡീല് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ്. അത് സമ്മറിലേ നടക്കത്തുള്ളൂ. ട്രെൻഡ് ഇപ്പം വിടത്തില്ല എന്നുള്ള ഒരു സ്റ്റാൻസിൽ ലിവർപൂൾ നിന്നോടുകൂടി റയൽ മാഡ്രിഡ് അവരുടെ വിൻഡോ ക്ലോസ് ചെയ്തിരുന്നു. റയൽ മാഡ്രിഡ് വേറെ ഒരു ഡീലിലും ഈ വിൻഡോയിൽ ആക്റ്റീവ്ലി വർക്ക് ചെയ്തിട്ടില്ല. സമ്മറിന് വേണ്ടിയുള്ള പണി അവർ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സൗദി അറേബ്യ അത്യാവശ്യം ആക്റ്റീവ് ആയിരുന്നു. സൗദി അറേബ്യ യങ് ടാലൻസിനെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് ഈ വിൻഡോയിൽ. ബിഗ്ഗസ്റ്റ് സർപ്രൈസ് എന്താണെന്ന് ചോദിച്ചാൽ ഡൂറനെ അവർ പുള്ളി ചെയ്താണ് ഏറ്റവും പ്രോബബ്ലി വേൾഡ് ഫുട്ബോളിലെ യൂറോപ്പിലെ പല ടോപ്പ് ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആയിരുന്ന ഡൂറനെ അവരിപ്പം പുള്ളി ചെയ്തത്, അതും 77 മില്യൺ യൂറോസിന് പുള്ളി ചെയ്തത് ബിഗ് സർപ്രൈസ്. അതുപോലെ തന്നെ അവർ വമ്പം ബിഡുകൾ റാഫേലിയാവും, അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ മിറ്റോമയ്ക്കും റോഡ്രിഗോയ്ക്കും വിനീഷ്യസിനും ഒക്കെ വമ്പം കോൺട്രാക്ട് പ്രപ്പോസൽസ് ഒക്കെ റെഡിയാക്കി ഓഫർ ഇട്ടിരുന്നു. സോ വിച്ച് മീൻസ് ദേ ആർ വർക്കിംഗ് ആക്റ്റീവ്ലി. സോ കീപ് an eye on സൗദി അറേബ്യ. ആൻഡ് ട്രാൻസ്ഫർ വിൻഡോയിലോട്ട് പറയാനായിട്ടാണ് ലലീഗ വാസ് ദ മോസ്റ്റ് ഡിസപ്പോയിന്റിങ്. അഥവാ ഫണ്ട്സ് ഇറക്കാൻ ഇല്ലാത്തത് ലലീഗയ്ക്കായിരുന്നു. പ്രീമിയർ ലീഗാണ് ഏറ്റവും കൂടുതൽ ഫണ്ട്സ് ഇറക്കി ആക്റ്റീവിൽ നിന്ന്. അത് കഴിഞ്ഞാൽ സിരിയയാണ്. സിരിയയിലെ എല്ലാ ക്ലബ്ബുകളും അത്യാവശ്യം ഡീൽസുകൾ നടത്തിയിട്ടുണ്ട്. കോമോ, അതുപോലെ തന്നെ ഈവൻ എല്ലാം ടൊറീനോയും കോമോയും ഈവൻ ഫ്യോറന്റീനയും AC മിലാനും ഇന്റർ മിലാനും യുവൻഡസും എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഡീൽസ് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. സോ സിരിയയിൽ അത്യാവശ്യം ഫണ്ട്സ് ഇറങ്ങി കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ലീഗ് 1 ക്ലബ്ബുകളും അത്യാവശ്യം മാർസേ പോലത്തെ, ലില്ലി പോലത്തെ, ലയോൺ പോലത്തെ ക്ലബ്ബുകൾ, ലയോൺ അല്ല മാർസേ, ലില്ലി, വേറെ 2-3 ക്ലബ്ബുകളും ഒക്കെ, PSG, പിന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മൊണോക്കോ, ഇവരൊക്കെ അത്യാവശ്യം ആക്റ്റീവ് ആയിരുന്നു ഈ വിൻഡോയിൽ. സോ അവരും കുറച്ച് ഡീൽസ് ഒക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. ആൻഡ് ബുണ്ടസ് ലീഗയിൽ ചെറിയ ചെറിയ സൈനിങ്സ് നടത്തിയിട്ടുണ്ട്. ബുണ്ടസ് ലീഗ വലിയ ആക്റ്റീവ് അല്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ ചെറിയ ഡീലുകൾ നടത്തിയിട്ടുണ്ട്. എസ്പെഷ്യലി ബൊറുസിയ ഡോർട്ട്മണ്ട് 2-3 ഡീൽസ് പുള്ളി ചെയ്തിരുന്നു. ഫ്രാങ്ക്ഫർട്ട് ഇപ്പം നമ്മൾ കണ്ട് ബാറ്റ്ഷുവാനും പുള്ളി ചെയ്തു. ബയൺ മ്യൂണിക് സൈനിങ്സ് ആയിട്ടൊന്നും കൊണ്ടുവന്നില്ല, പക്ഷേ എന്നാലും 1-2 ചെറിയ അഡീഷൻസ് നടത്തിയിട്ടുണ്ട്. വമ്പനായിട്ടൊന്നുമല്ല, പക്ഷേ എന്നാലും നടത്തിയിട്ടുണ്ട്. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ബുണ്ടസ് ലീഗയിൽ നടന്നു. ലലീഗ വാസ് ദ മോസ്റ്റ് ഡിസപ്പോയിന്റിങ് ഇൻ ദ ട്രാൻസ്ഫർ വിൻഡോ വിത്തൗട്ട് എ ഡൗട്ട്. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം. നിങ്ങളെ സർപ്രൈസ് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് പറയാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്തേസ് ടെല്ലിൻ്റെ 5 മില്യൺ ആ ഒരു ഡിമാൻഡ് ലോൺ ഫീസ് പേ ചെയ്യാനത് മണ്ടത്തരമായോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ ഫ്രണ്ട് 3-ൽ 4 അറ്റാക്കിംഗ് ഓപ്ഷൻ വെച്ചാണ് അടുത്ത 6 മാസത്തേക്ക് പോകാനായിട്ട് പോകുന്നത്. ഗെർനാച്ചോ, അമാദ് ദിയാലോ, അതുപോലെ തന്നെ സിർസ്കി, റാസ്മസ് ഹോയിലൻഡ്, ഈ 4 അറ്റാക്കിംഗ് ഓപ്ഷൻസ് അവർക്കുള്ളൂ.
അവർ അറ്റാക്കിംഗ് ഏരിയാസിൽ അഡീഷൻസ് ഒന്നും നടത്തിയിട്ടില്ല. എന്നാൽ 2 പേര് ലീവ് ആവുകയും ചെയ്തു. റാഷ്ഫോർഡും ആന്റണിയും ക്ലബ്ബ് വിടുകയും ചെയ്തു. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവിടെ അഡീഷൻസ് നടത്താൻ മണ്ടത്തരവായോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? പാട്രിക് ഡോർഗു, ഡിയാഗോ ലിയോൺ, അതുപോലെ തന്നെ ഹീവൻ, ഇവർ 3 പേരുമാണ് ഈ വിൻഡോയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എത്തിച്ചിരിക്കുന്നത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. ഇതിലെ പാട്രിക് ഡോർഗു ഡെഫിനറ്റ്ലി ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്, എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പാട്രിക് ഡോർഗുവിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.